ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് അമ്മൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളിത് ഈ പുറത്ത് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത്. എങ്കിലും എൻ്റെ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ നൈറ്റ് റൈഡിൻ്റെ സന്തോഷമാണ്. ആ നൈറ്റ് റൈഡിൻ്റെ സന്തോഷം ഞങ്ങളുടെ മുഖത്തൊക്കെ തന്നെ അറിയാം. ഒരു മണിക്കൂറായാൽ പോലും പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ എന്തോ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് ഊക്ക്. എന്താണെങ്കിലും അറിയില്ല, ചിലപ്പോൾ എൻ്റെ അതേ സ്വഭാവമായിരിക്കും ആവുക്കും. എനിക്ക് യാത്രകൾ താല്പര്യമുള്ള കുട്ടിയാണ്, വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ഇഷ്ടമേ അല്ല. എന്തെങ്കിലും കൂടുതൽ വീട്ടിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങണം അങ്ങനെ ഒരു ഭ്രാന്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോവും, അങ്ങനെ ഇടയ്ക്കൊക്കെ പോവും ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പോയതാണ്. കണ്ടില്ലേ, മാഡത്തിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കണം. എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് അവൾ ഡാൻസ് കളിക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ടിങ്ക് ടിങ്ക് എന്നൊക്കെ പറയുമ്പം അതനുസരിച്ച് കളിക്കും. പിന്നെ എനിക്ക് സമ്മാനമായിട്ടൊരു ഉമ്മയൊക്കെ എൻ്റെ കുട്ടി തന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ഈ റോഡ് സൈഡിൽ മൊത്തം ഈ തണ്ണിമത്തൻ അത് ഇതൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയപ്പോഴാണ് കാര്യവട്ടം ക്യാമ്പസിൻ്റെ മുമ്പിലെത്തുന്നത്. ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ് കേട്ടോ ഞാൻ വാഴ 2 സിനിമ കാണാൻ പോയത്. ഇപ്പം ഒരു 1.5 വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ ഒരു സിനിമ കാണുന്നത്. ഇവിടെ ജനിച്ച പിന്നെ ഞാൻ കാണാൻ പോയിട്ടേ ഇല്ല. ഇപ്പോൾ ഉള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് തിയേറ്ററിലാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പോയി കുറേ നമ്മുടെ കൂൾ ബാറൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ. നമ്മൾ ജ്യൂസ് കുടിക്കുന്ന കടയൊക്കെ കഴിഞ്ഞ് പോയി. അവിടെ കുടിക്കാനാണ് പോയത്, പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് പോയി കേട്ടോ. കാരണം ഞാൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴക്കൂട്ടത്ത് എന്തായാലും ഉത്സവം നടക്കണം, അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലേ നമുക്കൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയതാണ്. നേരെ കഴക്കൂട്ടം വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ എന്തോ അവിടെ കുറച്ച് മരങ്ങളിലൊക്കെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇടയ്ക്ക് കുറച്ചാളായി തോന്നുന്നു തുടങ്ങിയിട്ട് ആര്യാസ് റെസ്റ്റോറൻറ്റ് അതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ എടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് വണ്ടി ഡ്രിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫ്രൂട്ട് ബേ ഒക്കെ കണ്ടു. അതിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ ഉണ്ടായിരുന്നു, അത് കണ്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴക്കൂട്ടത്തെ ലൈറ്റ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, കഴക്കൂട്ടം ടെമ്പിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കണ്ട എൻട്രൻസ് തൊട്ട് കിഡു ലൈറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പ്രത്യേകിച്ച് ഈ ലൈറ്റ്സൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഇങ്ങനെ പല കളറിലെ ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ പോലെ അങ്ങനെ തന്നെയാണ് എനിക്ക് അറിവൊന്നും പോലെ കേട്ടോ. അതിൻ്റെ കൊച്ചിലത്തെ എനിക്കറിയില്ല, അറിവൊന്നും പോലെ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കോവിലിൻ്റെ അകത്ത് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുളിക്കാത്തതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. സോ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും 22-ാം തീയതി വരെ ഉണ്ട് നമുക്ക് ഈ കോവിലിൽ. 22-ാം തീയതി വരെയാണ് ഉത്സവം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നൂസൊക്കെ പാലക്കാട് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പൊന്നൂസിനെയും കൊച്ചിനെയും കൊണ്ട് ഒരു അടിപൊളിയായിട്ടൊന്ന് പോയി എല്ലാ ലൈറ്റ്സും ചെക്കിനെ കാണിച്ചു കൊടുക്കണം, അമ്പലത്തിൽ തൊഴിയിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അന്ന് പറയാം കേട്ടോ. കോവിലിൻ്റെ അകത്തുള്ള ലൈറ്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട്. 22-ാം തീയതിക്ക് മുമ്പ് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇനി പൊന്നൊക്കെ ഇട്ട് പോട്ടെ, പോയതിനൊക്കെ ശേഷമുള്ള വീഡിയോസ് അപ്പോൾ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് ഗായ്സ്. ഞങ്ങളവിടെ എല്ലാവരും ലൈറ്റിനോടും ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത എയിമെന്ന് പറഞ്ഞാൽ കൂൾ ബാറിൽ പോയി ഒരു നാരങ്ങ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളിതാ പോയി സാക്ഷാൽ നമ്മൾ കൂൾ ബാറിലെത്തിയിരിക്കുകയാണ്. ഞാനും കുഞ്ഞുണ്ട് കേട്ടോ. അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറങ്ങുകയാണ് പതിവ്. ഇന്ന് പ്രാവശ്യം ഉറങ്ങിയിട്ടൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ ഇരിക്കുകയാണ് നിറച്ച ഐറ്റംസ്. അതിൽ നിന്ന് പിന്നെ കാന്താരി മുട്ട കണ്ടപ്പോൾ നമ്മൾ കൺട്രോൾ പോകും. അങ്ങനെ നമ്മളൊരു കാന്താരി മുട്ട വാങ്ങി നന്നായിട്ട് ആസ്വദിച്ച് എന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴിതാ ഒരു പട്ടിക്കുട്ടൻ കിടക്കുന്നു. ആ പട്ടിക്കുട്ടനെയൊക്കെ കാണിച്ചു കൊടുത്ത് കൊച്ചിന് ഇതോ ഒരു പട്ടിക്കുട്ട ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാന്താരി മുട്ട ആസ്വദിച്ച് കഴിക്കുന്ന എൻ്റെ ആ ഒരു രൂപം കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ചേട്ടാ വേണോ, നിങ്ങൾക്ക് വേണോ എന്ന് ചേട്ടൻ പറഞ്ഞു വേണ്ട, നീ ഒറ്റയ്ക്ക് കഴിച്ചു, എൻ്റെ ആ തീറ്റി കണ്ടിട്ടാണെന്ന് തോന്നുന്നു, മക്കൾ കഴിച്ചോളിയും, ജ്യൂസ് കഴി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ഐറ്റം എത്താറായി. അതിൻ്റെ ഇടയിൽ അമ്മച്ചേട്ട ഒരു ചായയാണ് വാങ്ങിച്ചേട്ടാ. പാവം അമ്മച്ചേട്ട ഒരു ചായ വാങ്ങി. എന്നിട്ട് എൻ്റെ ഐറ്റം അടുത്ത് എത്തി കേട്ടോ. ഇരിക്കുകയാണ്. ആരും കണ്ണു വയ്ക്കരുത് കേട്ടോ. നമ്മുടെ ജംബോ ലൈം എത്തിയിരിക്കുന്നു. അങ്ങനെ ആ ലൈം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഞാൻ ഒരു കുടിച്ചോളൂ. അതിനിടയ്ക്ക് ആ പെണ്ണ് കുടിച്ചിരിക്കണം. എന്നിട്ട് അമ്മച്ചേട്ടൻ ചോദിക്കുകയാണ് പെണ്ണിന് കൊടുത്ത കാന്താരി മുട്ട. ഇല്ലല്ലോ അല്ല, അവളെ മുഖം എരിയുന്ന എക്സ്പ്രഷനൊക്കെ അവൾ കാണിക്കണം. ഞാൻ പറഞ്ഞ പെൺ കഴിച്ചാൽ ഞാനും എരിയണം അവക്കും, അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് അവളിങ്ങനെ ബൗ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇവളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഐസ്ക്രീം ആയാലും എനിക്ക് പതിയെ കിട്ടുള്ളൂ, ജ്യൂസായാലും പതിയെ കിട്ടുള്ളൂ. പിന്നെ ഒരു ആക്രാന്തമാണ് പെട്ടെന്ന് ഇവളെക്കാട്ടി മുമ്പ് കുടിച്ച് തീർക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്നെ അടുത്തൊരു വിശേഷമായിട്ട് വരും വരെ ബൈ.